ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബാലൻസ് വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഞാനൊരു വ്ളോഗൊക്കെ എടുത്തിരുന്നു. അത് എഡിറ്റ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. ഞങ്ങൾ ഇന്നലെ പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ ഇപ്പോൾ ഓരോ അബദ്ധങ്ങൾ പറ്റുന്നേക്കാൾ ഇങ്ങനെ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് കേട്ട ആൾക്കാരാണെങ്കിൽ വീണ്ടും ഇങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് മനസ്സിൽ തോന്നും ഇങ്ങനെ ഒരു വീഡിയോ കേട്ട. അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ താഴത്ത് പിടിക്കുക, ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടല്ലോ, മോൻ കാണട്ടെ, ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തൊന്ന് തിങ്ക് ചെയ്യും. കാരണം ഇങ്ങനത്തെ വന്ന ആൾക്കാരുണ്ടാവുമല്ലോ, തട്ടിപ്പിനായിട്ട് ഓരോരുത്തർ. ഞാനിപ്പോൾ തട്ടിപ്പിൻ്റെ കഥകളുടെ തുടക്കമായിട്ടുള്ളൂ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ അതിൽ മുഴുവൻ കേട്ടുകഴിയുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ ആൾക്കാരുണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെയും ഈ വ്യക്തി തന്നെ ഇനിയും നിങ്ങളുടെ അടുത്തേക്കും വരാം, അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരുടെ അടുത്തേക്കൊക്കെ വരാം ഫ്യൂച്ചറിൽ. അപ്പോൾ അത് വരാതിരിക്കാനും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്ന് തിങ്ക് ചെയ്യാൻ ഒരവസരം, അതിനു വേണ്ടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ഇന്ന് കുഞ്ഞടിച്ചു. അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ സൗണ്ട് ഒതുക്കി പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ച് അവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ സൗണ്ട് എടുക്കുമല്ലോ, അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പിന്നെ എനിക്ക് എൻ്റെ ഫോണിലെ മൈക്ക് റിപ്ലൈ അയക്കാൻ പറ്റുന്നില്ല, സൗണ്ടില്ലാന്ന് പറഞ്ഞവർക്ക്. അതുപോലെ തന്നെ എനിക്കും സൗണ്ടിലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ മൈക്ക് ഒരെണ്ണം വാങ്ങാൻ നാട്ടിൽ നിന്ന് വരുന്ന ഒരു ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ നിന്ന് എത്തുമ്പോൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നെ വേറെ കാര്യം, വേറെ ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിൽ എനിക്ക് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യണം. ഇതിൻ്റെ ചാനൽ അങ്ങോട്ടേക്ക് ആക്കണം എങ്ങനെയാണ്. ഇന്നലെയൊക്കെ ബിസി ആയിരുന്നു, ഞങ്ങൾ പുറത്തൊക്കെ പോയി ഷോപ്പിംഗ്. അപ്പോൾ ഇന്ന് കഥയിലേക്ക് തുടങ്ങിയിട്ടില്ല, 2 മിനിറ്റ് ഏകദേശം ആവുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ കല്യാണത്തിന് ആൾ വന്നു, ആൾ പറഞ്ഞു അഡ്രസ്സൊന്നും തരത്തില്ല, അന്വേഷിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി, പെൺകുട്ടിയും ആണും കൂടി രണ്ടുപേരും കൂടി നന്നായിട്ട് സംസാരിച്ച് അതിഭീകരമായ സ്നേഹമാണ് അവിടെ നിന്ന് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത്ര നാളിങ്ങനെ സ്നേഹമൊന്നും സ്വന്തം വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടില്ല, ആളുകളുടെ അടുത്ത് കിട്ടാതെപ്പോൾ ആ സ്നേഹത്തിൽ വീണുപോയി. അപ്പോൾ ഇവർ രണ്ടും തീരുമാനം എടുത്തു. വീട്ടുകാർ പറഞ്ഞു ഈ കല്യാണം വേണ്ട, എല്ലാവരും വേണ്ടെന്ന് തന്നെ പറഞ്ഞു. വീട്ടുകാർക്ക് ദേഷ്യമായി തുടങ്ങി. അപ്പം പെൺകുട്ടി പറഞ്ഞു പറ്റില്ല, എനിക്ക് തന്നെ മതി. പെൺകുട്ടിയുടെ അപ്പോഴത്തേക്കും ജോലി റിസൈൻ ചെയ്തു. കല്യാണമല്ലേ, ഓഫീസിലൊക്കെ പറഞ്ഞ അതിന് മുമ്പ് എല്ലാവരോടും പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് ജോലി അങ്ങ് റിസൈൻ ചെയ്തു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരാത്ത കാരണം പെൺകുട്ടിയുടെ എല്ലാ ആൾക്കാരെയും കല്യാണം വിളിക്കാൻ പറ്റില്ല. എല്ലാവരും കുറച്ച് ആൾക്കാരെ വിളിച്ചു. കല്യാണം ഒരു എറണാകുളത്ത് ഒരമ്പലത്തിൽ വച്ചിട്ടായിരുന്നു. എറണാകുളത്ത് നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം നടന്നു. ഡേറ്റൊന്നും പറയുന്നില്ല ഇപ്പോൾ. കല്യാണം നടന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ തന്നെ വെച്ചിട്ട്, നെടുമ്പാശ്ശേരിയിൽ വെച്ചിട്ട് റിസപ്ഷൻ നടത്തി നല്ല രീതിയിൽ. അപ്പോൾ കുറച്ച് എല്ലാ ആൾക്കാരെയും വിളിച്ച്, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പെൺകുട്ടിക്ക്. പക്ഷേ വന്ന ആൾക്കാർ വയ്ക്കും ഭർത്താവിന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഒറ്റയ്ക്ക് വന്നാണ് കെട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ആ പെൺകുട്ടിയുടെ തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം അത് സ്നേഹത്തിൻ്റെ അത് സമ്മതിച്ചു അങ്ങനെ. അപ്പോൾ ആ ഒറ്റയ്ക്ക് വന്ന് കെട്ടാനുള്ള ധൈര്യം നോക്ക്. ഒറ്റയ്ക്ക് വന്ന് കെട്ടി. അപ്പോൾ പറഞ്ഞേക്കുന്നത് നമുക്കറിയത്തില്ല, പെണ്ണിൻ്റെ വാക്ക് പെൺകുട്ടിക്ക് അറിയത്തില്ല, നോണയാണെന്ന് ആ വ്യക്തിക്ക് മാത്രമേ അറിയാമുള്ളൂ. അപ്പം വേറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും എവിടെയാണ് ആണിൻ്റെ ആളെന്ന് ചോദിക്കും. അങ്ങനെ അമ്പലത്തിൽ രജിസ്റ്റർ ചെയ്ത് കല്യാണം കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഇതൊക്കെ വിചിത്രമായ കഥകളാട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞ് എല്ലാവരും നാട്ടിലാകുമ്പോൾ, പിന്നെ സെക്കൻഡ് മാരേജ് ആണല്ലോ, നാട്ടിലാകുമ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടത്. ഭർത്താവെന്ന് പറഞ്ഞ വ്യക്തിക്ക് വീടില്ല. ആദ്യം പറഞ്ഞ വീട്, അപ്പോൾ അദ്ദേഹത്തിന് വീടില്ല. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് 2 വീട്, ഒരു വീട് അദ്ദേഹം പഴയ വീട്ടിൽ, പുതിയ വീട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് കൊടുത്തേക്കണം. ആ വീട് പൂട്ടിയിട്ടേക്കാണ്. പഴയ വീട് വാടകയ്ക്കല്ല, അദ്ദേഹത്തിൻ്റെ അമ്മ താമസിക്കാമെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോകാൻ നിർത്തിയില്ല വീട്ടിൽ. അപ്പോൾ പിന്നെ തീരുമാനിച്ചു ജോലിയുള്ളത് ഗൾഫിൽ, ആ സ്ഥലം പറയണില്ല, ഗൾഫിലല്ല ജോലി, ഗൾഫിൽ ജോലിയുള്ളപ്പം മസ്കറ്റ് സ്ഥലം പറയാം, മസ്കറ്റിൽ ജോലി. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ആ പെൺകുട്ടി വിമാനയാത്ര ചെയ്യാണ്. കൊച്ചി ടു ശ്രീലങ്കയാണ്. ശ്രീലങ്കൻ എയർലൈൻസിലാണ് ആദ്യം യാത്ര ചെയ്ത്. അവിടെ നിന്ന് മസ്കറ്റിലേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെ ഒരു ഡിസംബറിൽ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പോവാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരൻ ഭയങ്കരമായ ഹറിബറി കണ്ടു. കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടിയുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഹോട്ടലിൽ എല്ലാവരും റൂമൊക്കെ എടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഫുഡൊക്കെ ആയിരുന്നു.
പുള്ളിക്കാരൻ തന്നെയായിട്ട് എല്ലാത്തിനും സ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്ത കാര്യം ചെയ്തത് തന്നെ പറയണം, സത്യസന്ധമായി പറയണമല്ലോ. എന്നിട്ട് നല്ല സന്തോഷമായിട്ട് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കൂടി അവിടെ വേണമെങ്കിൽ ഇരിക്കാം. ഫ്ലൈറ്റ് വൈകുന്നേരം 4:30 പക്ഷെ പുള്ളിക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്ന എയർപോർട്ടിൽ എത്തണം. കാരണം ബന്ധുക്കൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? കാരണം ഒറ്റയ്ക്ക് വന്ന് കെട്ടി ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണെന്നൊക്കെ അവർക്കൊക്കെ ഡൗട്ട് തോന്നാമല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പറയാൻ നിന്നപ്പോഴും പലവരും അവരുടെ അച്ഛൻ്റെ അടുത്തൊക്കെ പലവരും ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ അത് കുഴപ്പമൊന്നുമില്ല പുള്ളി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ രീതിയിൽ ന്യായീകരിച്ചൊക്കെ നിന്നു. അപ്പോൾ പുള്ളിക്ക് എത്രയും പെട്ടെന്നാണ് മുങ്ങണം. അത് ആ പെൺകുട്ടിക്ക് മനസ്സിലായെന്ന് പിന്നീട് പറഞ്ഞു. എന്നിട്ട് അവർ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളല്ലോ. പിന്നെ പറയാമെന്ന് പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറിയിരുന്നാൽ പിന്നെ മാറ്റ് വന്നപ്പോൾ ഞാൻ പറയട്ടെ, ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞിട്ട് പിന്നെ അകത്തിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. പിന്നെ അവിടെ നല്ല ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര പ്രതീക്ഷയോടെ പെൺകുട്ടി ഭയങ്കര പ്രതീക്ഷയോടെ പോകണം. ആണിനല്ല അറിയാവുന്ന കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്ന കാര്യം അറിയാവുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. അപ്പോൾ പുള്ളിക്ക് ഉള്ളിൽ ടെൻഷനോ മറ്റേ പെൺകൊച്ചിന് ടെൻഷനൊന്നുമില്ല. കാരണം പുള്ളിക്കാരി നല്ല സന്തോഷത്തോടുകൂടി പുതിയ ലൈഫിലേക്ക് വന്നേക്കാണ്, പ്രതീക്ഷയോടും കൂടിയൊക്കെ. അപ്പോൾ അവിടെ പുള്ളിക്കാരൻ്റെ കൂട്ടുകാരി ഒരു ഫ്രണ്ട് ഉണ്ട്, ആരുടെയും പേരൊന്നും പറയുന്നില്ല. അവരൊക്കെ തെറ്റിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും നല്ല ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബങ്ങൾ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊരു അവയർനെസ്സിന് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് ഇനി ഇതുപോലത്തെ ഒരു പെൺകുട്ടിക്കും പറ്റാതിരിക്കാനും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയായിട്ട് ഓക്കെ. അപ്പോൾ ആ പെൺകുട്ടിയുടെ മറ്റേ കൂട്ടുകാരി അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഒരു സിനിമയ്ക്ക് പോകണം അങ്ങനെ കാര്യം. അപ്പോൾ അവരെ ആരും വരുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആരെങ്കിലും എന്നിട്ട് അപ്പോൾ അവിടെ വരുമ്പോൾ പുള്ളിക്കാരൻ ഫ്ലാറ്റിൽ രാവിലെ ജോലിക്ക് പോവും. അകത്ത് ആരും മുട്ടിയാലും വാതിൽ തുറക്കരുത്, ഒന്നും ചെയ്യരുത്, തുറക്കുകയൊന്നും ചെയ്യണ്ട. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് നാട്ടിലായിരുന്നു. ആ പുള്ളിക്കാരി വന്നു, അവരുടെ അടുത്തുള്ള ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ തുറക്കരുത്. അപ്പോൾ രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 3:15 വരും. ഞാൻ വന്ന് വിളിച്ചാൽ മാത്രം ഡോർ തുറക്കാം. പുള്ളിക്കാരി വെച്ച് രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തേക്കും, ഉച്ചത്തേക്കുള്ള ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഒരു നല്ല അടിപൊളി സ്നേഹത്തിൽ 3 മാസം കഴിഞ്ഞുകൊണ്ട് പോവാം. അപ്പോൾ 3 മാസത്തിനുള്ളിൽ തന്നെ 3 മാസത്തിനുള്ളിൽ തന്നെ ചെറിയ ഡൗട്ട് പെൺകുട്ടിയുടെ ഉള്ളിൽ കിട്ടി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഫ്രണ്ട് കൂട്ടുകാരി വന്നപ്പോൾ പുള്ളിക്കാരി നാട്ടിൽ നിന്ന് വന്ന വഴിയാണ് ഡോറ് തട്ടി ഇങ്ങനെ കണ്ടു. അപ്പോൾ പുള്ളിക്കാരന് നിന്നെ കണ്ടോയെന്ന് ചോദിച്ചു. യെസ് കണ്ട്, ഞാൻ ഡോറ് തുറന്നു. ഇങ്ങനെ ചോദിച്ചു. എന്തൊക്കെ ചോദിച്ചാൽ ഇന്ന കാര്യങ്ങളാണ് ചോദിച്ചു. ഓക്കെ. പിന്നെ അങ്ങനെ അധികം സംസാരിക്കുന്നു വേണ്ട കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ തമ്മിൽ അങ്ങനെ മിങ്കിൾ ചെയ്യിപ്പിക്കാണ്ടിരിക്കാനുള്ള ഒരു പുള്ളി തീരുമാനങ്ങൾ എടുക്കുക, അതിനുള്ള മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 8 മിനിറ്റ് ആയിട്ടോ, ഇനി നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരി എന്നെ എന്നെയല്ല കേട്ടോ, എൻ്റെ കൂട്ടുകാരിനെ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ വെച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കഥ നാളെ തുടരാം. ബൈ, താങ്ക് യു.